എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന ബിസിനസ്സുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. അതിൻ്റെ ഒരു ചെറിയ അന്വേഷണത്തിലേക്കാണ് ഇന്ന് ഞാൻ കടക്കുന്നത്. കാരണം ഒരുപാട് വ്യക്തികൾ ബിസിനസ്സിൽ പരാജയം കണ്ട് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. കുറച്ച് കാശ് കയ്യിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മനസ്സിലുള്ള ചിന്ത, നമുക്കൊരു ബിസിനസ് തുടങ്ങാം. ബിസിനസ് തുടങ്ങുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു ബിസിനസ്സിൻ്റെ സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അതിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണ സഹിതമുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ ചെറിയൊരു വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത്. ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംരംഭം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഞാൻ കുറേ മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ആർക്കാണ് ബിസിനസ്സിന് ചെയ്യാൻ അർഹതയുള്ളത്. ബിസിനസ് അല്ലെങ്കിൽ സംരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരു ജോലിയിലാണെങ്കിൽ, സാധാരണ ഒരു ജോലിയിലാണെങ്കിൽ, നമ്മൾ ഒരു ശമ്പളത്തിനാണെങ്കിൽ നമുക്കറിയാം 25,000 50,000 രൂപ നമുക്ക് പെർ മന്ത് നമുക്കൊരു ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, എനിക്ക് മാസം പണിയെടുത്തു കഴിഞ്ഞാൽ 50,000 കിട്ടുക എന്നുള്ളത്. അതിൻ്റെ ആ ഒരു കാൽക്കുലേഷനിൽ അവൻ്റെ ലൈഫ് അതിനെയാണ് മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ ബിസിനസ് അങ്ങനെയല്ല. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അൺലിമിറ്റഡ്, നമുക്ക് നമ്മളുടെ കഴിവിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. ഇവിടെയാണ് രണ്ട് തരം ലൈഫുകൾ ജീവിതത്തിൽ ഉണ്ടാവുന്നത്, അൺലിമിറ്റഡും ലിമിറ്റഡും. ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ജീവിത രീതിയും അൺലിമിറ്റഡ് ആയിട്ടുള്ള ജീവിത രീതിയും ഒക്കെ ഞാൻ മുന്നേ ഉള്ള ചെറിയ വീഡിയോയിൽ കൂടെ ഒക്കെ ഞാൻ അതിനെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന ബിസിനസ്സുകാരുടെ ജീവിത അനുഭവങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. പല ആളുകളും നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഞാൻ കുറേ ബിസിനസ് നടത്തി, ഏകദേശം 4-5 ബിസിനസ് നടത്തി, അതെല്ലാം പൊളിഞ്ഞു. എന്തുകൊണ്ടാണ് ഒരു ബിസിനസ് പൊളിഞ്ഞു പോകുന്നത്? അവിടെയുള്ള ചെറിയൊരു അന്വേഷണമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ പോകുന്നത്. എൻ്റെ മുന്നിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് പറഞ്ഞു, ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ അത് ഏകദേശം 1 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് പൊളിഞ്ഞു പോയി. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് ബിസിനസ്സാണ് തുടങ്ങിയെന്ന് ചോദിച്ചപ്പോൾ ആ ബിസിനസ്സിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, ഈ ബിസിനസ്സുമായിട്ട് നിനക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അറിയുക എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിസിനസ്സിനെ കുറിച്ച് എനിക്കൊന്നും അധികം അറിയില്ല, പിന്നെ എന്തിനാണ് ഈ ബിസിനസ് തുടങ്ങിയത്? ബിസിനസ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ടേ, പിന്നെ കയ്യിൽ കുറച്ച് കാശുണ്ട്, അപ്പോൾ പിന്നെ ഏതെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബിസിനസ് തുടങ്ങിയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഏത് മേഖലയിലേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ ആ മേഖലയെ കുറിച്ചിട്ടുള്ള നല്ല ബോധ്യം, അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് അറിയണ്ടേ. അല്ലാതെ ഞാനും ഒരു ബിസിനസ് തുടങ്ങട്ടെ എന്ന് വിചാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ അതിൻ്റെ പരാജയ കാരണം ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾക്ക് മനസ്സിലായി, ഈ ബിസിനസ്സിനെ കുറിച്ച് അവനക്കൊരു ബോധ്യമില്ല. പിന്നെ അവൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ടായിരുന്നു, അപ്പോൾ ഞാനും ബിസിനസ് തുടങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് അവനാണ്ടയിലേക്ക് ഇറങ്ങിച്ചെന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു പരാജയം ആയി നമുക്ക് കണക്കൂട്ടാൻ പറ്റും. ബിസിനസ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ആ ബിസിനസ്സിൻ്റെ A to Z കാര്യങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് മനസ്സിലാക്കണം. മാത്രമല്ല, ആ ബിസിനസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ ബിസിനസ്. ആ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ഈ ബിസിനസ് ചെയ്യാൻ ഞാൻ അർഹതല്ല എന്നുള്ളത്. മനസ്സിലായിട്ടില്ല? ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഏത് പ്രൊഡക്റ്റ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ഉണ്ടാവാം, സർവീസ് ഉണ്ടാവാം, അങ്ങനെ പലതും ഉണ്ടാവാം. അപ്പോൾ ഇവൻ്റെ ആ അഭിരുചി,
ഏതിനോടാണോ ഇവനക്ക് കൂടുതൽ താല്പര്യം, ആ ഒരു താല്പര്യത്തിനനുസരിച്ചിട്ട് വേണം ഇവനെ ഒരു പക്ഷേ ഇവനക്ക് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനാണ് കൂടുതൽ താല്പര്യമുള്ള ഒരാളാണ് വെച്ചെങ്കിൽ അത് സർവീസിലേക്ക് പോയിട്ട് കാര്യമുണ്ടാ. അപ്പോൾ സെയിൽ ചെയ്യുന്ന മേഖലയിൽ അവൻ തിരഞ്ഞെടുക്കണം. സെയിൽ അവർക്ക് കൂടുതലും പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാനാവും കൂടുതൽ താല്പര്യം ഉണ്ടാവുക. ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾ സർവീസ് മേഖല പോയിട്ട് കാര്യമുണ്ടാകും. അപ്പോൾ പല ആളുകളുടെയും വാക്കുകൾ കേട്ടിട്ട് കാര്യമില്ല. ആദ്യം നമ്മൾ ആദ്യം ഒന്ന് കണ്ടെത്തണം. നമ്മളുടെ കഴിവിനെ ആദ്യം നമ്മൾ സ്വയം കണ്ടെത്തണം. ആ സ്വയം കണ്ടെത്തിക്കൊണ്ട് വേണം നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ വേണ്ടി. അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചപ്പോൾ അവന് ഒരുപാട് കൂട്ടുകാരന്മാർ നമ്മൾ പല അനുഭവങ്ങളും നമ്മളിങ്ങനെ അന്വേഷിക്കും. ഓരോരോ കാര്യങ്ങൾ നമുക്കും ബിസിനസ്സിനോട് താല്പര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പല ആളുകളുടെ അനുഭവങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പോൾ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യേണ്ട ആൾ സർവീസിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു വിഭാഗം ആൾക്കാർ. പിന്നത്തെ ഒരു വിഭാഗം ആൾക്കാർ എന്താണ്, ഈ പ്രൊഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ ഒന്നിനെ കുറിച്ചോ ഒരു ബോധ്യം ഉണ്ടാവില്ല. വെറും കൂട്ടുകാരന്മാർ ബിസിനസ് നടത്തുന്നുണ്ടാവും. അതിൽ വിജയം കണ്ടിട്ട് അവനക്കും തോന്നുകയാണ് ഞാനും ഒരു ബിസിനസ് നടത്തട്ടെ എന്നുള്ളത്. അങ്ങനെ പറഞ്ഞു. അപ്പോൾ അപ്പോഴും അവൻ്റെ കുറച്ച് കാശുള്ള ആളായിരിക്കും. ആ കാശുള്ള ആള് ബിസിനസ്സിലേക്ക് ഇറങ്ങും. അവിടെയും പരാജയം വരും. കാരണം കൂട്ടുകാരൻ്റെ വിജയം കണ്ടിട്ട് തുടങ്ങുന്ന ഒരു കാര്യമാണത്. കൂട്ടുകാരന്മാർ വിജയിച്ച അവരുടെ കഴിവ് ഒരു പക്ഷെ നമുക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കൂട്ടുകാരന്മാരിപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ കോളേജിൽ നമ്മൾ ഓരോ +2 കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രൂപ്പ് എടുക്കുന്നത്, നമ്മുടെ കൂട്ടുകാരന്മാർ ഏത് ഗ്രൂപ്പ് എടുക്കുക, ആ ഗ്രൂപ്പ് ഞാൻ എടുക്കട്ടെ എന്നുള്ളത്. അവിടെയാണ് അത് ഞാൻ മുന്നൊരു വീഡിയോയിൽ ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നതുപോലെ തന്നെയാണ് 4 കൂട്ടുകാരന്മാരുണ്ടാവും. അതിൽ 2 കൂട്ടുകാരന്മാർ നല്ല പോലെ ബിസിനസ് ചെയ്ത് വിജയിച്ചവരായിരിക്കും. അപ്പോൾ ഇവനക്കും തോന്നുകയാണ് അവൻ്റെ 2 കൂട്ടുകാരന്മാർ ബിസിനസ് ചെയ്ത് വിജയിച്ചു, ഞാനും തുടങ്ങട്ടെ എന്ന്. പക്ഷേ ഇവൻ്റെ ഒരു കഴിവ് വേറെ ആയിരിക്കും. പക്ഷേ ആദ്യം അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്, ആദ്യം സ്വയമായിട്ടുള്ള ഒരു തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാവണം. ആ സ്വയമായിട്ടുള്ള തിരിച്ചറിവ് നമ്മളിൽ ഇല്ലാതെ കൊണ്ട് നമ്മൾ ഒരു ബിസിനസ് മേഖലയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ പരാജയം ഉറപ്പാണ്. അങ്ങനെ പിന്നെ അതേപോലെ തന്നെ വേറൊരു വിഭാഗം വരും. കാശൊന്നും കയ്യിലുണ്ടാവില്ല. കുറേ കഴിവുകളുണ്ട് വ്യക്തിയിൽ, കാശൊന്നും കയ്യിലുണ്ടാവില്ല. അങ്ങനെ കാശൊന്നും ഇല്ലാതെ തുടങ്ങുന്ന ബിസിനസ്, അവിടെയും ബിസിനസ്സിൻ്റെ പരാജയം വരും. ഒരു പക്ഷേ നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷെ നമ്മളെ കയ്യിൽ കാശുണ്ടാവില്ല. പക്ഷേ ഈ കാശില്ലാത്തത് കൊണ്ട് നമ്മളുടെ കാശാണ് നമ്മളുടെ കുറവ് എന്ന് കണ്ടുകൊണ്ട് ഒരു പക്ഷേ അവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ മറ്റുള്ള നമ്മൾ എന്ത് പണിയും, നമ്മൾ കടം മേടിക്കാൻ തുടങ്ങും. കടം മേടിച്ചിട്ട് ബിസിനസ് തുടങ്ങും. ഈ കടം മേടിച്ചിട്ട് ബിസിനസ് തുടങ്ങി അവിടെയും പരാജയം ഉറപ്പാണ്. കാരണം നമ്മൾ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം നമ്മൾ എടുക്കും നമ്മൾ ആ ബിസിനസ്സിൻ്റെ വിജയത്തിലേക്ക് എത്താൻ. മറിച്ച് നമ്മളൊരു പണിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പിറ്റത്തെ മാസം നമുക്ക് ശമ്പളം കിട്ടുകയാണ് എന്നതുപോലെയല്ല. നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ എന്താണ് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, ഒന്നാമത് ആ സംരംഭത്തെ കുറിച്ചിട്ടുള്ള അറിവ്. രണ്ടാമത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ക്യാപിറ്റലാണ്. ഒരു ബിസിനസ് വെറുതെ ആവില്ല. നമ്മൾ വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കത് ചെയ്യാൻ പറ്റും, എനിക്കിത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ക്യാപിറ്റൽ അതിൻ്റെ വലിയൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ലോൺ എടുക്കാം. ഓക്കെ, നമ്മൾ ലോൺ എടുത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ ലോൺ എടുക്കുന്ന വ്യക്തിക്ക് വേറെ ബാധ്യതകൾ ഉണ്ടാവാൻ പാടില്ല. വേറെ ബാധ്യതകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബാധ്യതകൾ ഉള്ള ഒരു വ്യക്തിയാണ് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഈ ബിസിനസ്സിന് വേണ്ടി എടുത്തിട്ടുള്ള ലോണാണോ അവൻ നോക്കേണ്ടത്, അവൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബാധ്യതകളാണോ നോക്കേണ്ടത്? അത് പറയാനുണ്ടായ കാരണം, വ്യക്തമായി പറയാനുണ്ടായ കാരണം, എൻ്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് വളരെ ദയനീയമായിട്ടുള്ള ഒരാൾ എൻ്റെ മുന്നിലേക്ക് വന്നു. അവൻ
ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും അവന് ഒരുപാട് വർഷക്കാലത്തോളം പ്രവാസ ലോകത്തും മറ്റുള്ള മേഖലകളിലും പണിയെടുത്തിട്ടുള്ള വ്യക്തിയാണ്. അവന് ബിസിനസ്സിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ട്, വാക്കുകളെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ട്. അവൻ്റെ മുന്നിലുള്ള ഏകമായിട്ടുള്ള ഒരു പ്രശ്നം എന്താണ്? അവൻ്റെ മുന്നിൽ ക്യാപിറ്റൽ, അതിലിറക്കാനുള്ള ഈ കാശ് അവൻ്റെ കയ്യിലില്ല. പക്ഷേ ഈ ഇവൻ്റെ കഴിവുകൾ കണ്ടുകൊണ്ട് അവൻ്റെ വ്യക്തികളായാലും അവൻ്റെ കൂട്ടുകാരന്മാരായാലും സഹായിച്ചു. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? ഓൾറെഡി ഇവൻ്റെ പേഴ്സണലായിട്ടുള്ള ബാധ്യതകൾ ഇവന് നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ പേഴ്സണലായിട്ടുള്ള ബാധ്യതകൾ നിലനിൽക്കുന്ന ഒരു വ്യക്തി ഒരു ബിസിനസ് മേഖലയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാവും? ബിസിനസ് തുടങ്ങാനുള്ള കാശ് വന്നു, അവന് കഴിവുകളുമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിൽ പേഴ്സണലായിട്ടുള്ള ബാധ്യതകൾ അവനക്ക് ഒരു കാരണവശാലും ഒഴിച്ചുകൂടാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഒരു ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? നിങ്ങൾ അതിൻ്റെ അഭിപ്രായം എന്ന് പറയേ. ഓൾറെഡി പേഴ്സണലായിട്ടുള്ള ബാധ്യതകൾ നിലനിൽക്കുന്ന ഒരു വ്യക്തി ഒരു ബിസിനസ് മേഖലയിലേക്ക് എത്തിപ്പെട്ടാൽ ആ ബിസിനസ് മേഖലയ്ക്ക് എത്തിപ്പെടാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവനക്ക് അതിൻ്റെ ഇൻകം വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഏകദേശം ഒരു 6 മാസമോ 1 വർഷമോ ആ ബിസിനസ് മേഖലയിലേക്ക് ഇറങ്ങി ചെന്നാലാണ് അവനക്ക് അവിടെ ഇൻകം വരുള്ളൂ. പക്ഷേ ഈ 1 വർഷക്കാലത്തോളം അവനക്ക് 1 മാസം പോലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബാധ്യതകൾ, പേഴ്സണൽ ബാധ്യതകൾ അവൻ്റെ പിന്നിലുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അവൻ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിൽ ഉയർച്ച വരിക? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അവന് ഉയരാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവൻ്റെ പേഴ്സണൽ ബാധ്യതകൾക്കുള്ള ബാക്കപ്പ് ഇൻകം കൂടി നമ്മൾ കാണണം. അപ്പോൾ ബിസിനസ്സിലേക്കുള്ള ഒരു ബാക്കപ്പ്, പേഴ്സണൽ ബാധ്യതകളിലേക്കുള്ള ബാക്കപ്പ്, ഈ 2 കാര്യങ്ങൾക്കും കൂടിയിട്ടുള്ള ഒരു ബാക്കപ്പ്, 1 വർഷത്തിൻ്റെ ബാക്കപ്പ് ഉണ്ടെങ്കിലല്ലേ അവൻ്റെ ബിസിനസ്സിന് അവനക്ക് സമാധാനത്തോടു കൂടെ മുന്നിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലാത്തവനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബിസിനസ് തുടങ്ങി എന്ന് പറയാം, അതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെയാണ് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ബിസിനസ് വെറുതെ ഞാനും ഒരു ബിസിനസ്സിലേക്ക് വന്ന് ഞാനും ബിസിനസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ പേഴ്സണൽ ബാധ്യതകൾ ഇതിലേക്ക് വരാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ, വെറുതെ കാശുണ്ട്, ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള അറിവില്ലായ്മ. കാശ് കയ്യിലുണ്ട്, പക്ഷെ ബിസിനസ്സിനെ കുറിച്ചിട്ട് അറിവില്ലായ്മ. പിന്നത്തെ ഒരു കാര്യമാണ്, ബിസിനസ്സിനെ കുറിച്ചിട്ട് അറിവുകൾ എല്ലാ കാര്യങ്ങളുണ്ട്, അവനക്ക് ഫിനാൻഷ്യലി അവനക്ക് പ്രോബ്ലംസിന് ലോണിന് അവന് ഡിപ്പെൻഡ് ചെയ്യുക, കുഴപ്പമില്ല. ലോണിന് ഡിപ്പെൻഡ് ചെയ്യണോണ്ട് കുഴപ്പമില്ല, അല്ലാച്ചെങ്കിൽ വ്യക്തികളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ച് മറ്റും ചെയ്യുക. പക്ഷേ അവിടെ പേഴ്സണൽ ബാധ്യത ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഈ 2-3 കാര്യങ്ങൾ ഒത്തിണങ്ങി വന്നെങ്കിൽ മാത്രമേ ഒരു മനുഷ്യനെ ബിസിനസ്സിലേക്ക് നമ്മൾക്ക് ഇറങ്ങി ചെന്നിട്ട് കാര്യമുള്ളൂ. പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ കൃത്യനിഷ്ഠ. ഈ ബിസിനസ്സിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ റൂട്ട് ക്ലിയർ ആവണം. റൂട്ട് ക്ലിയർ അല്ലാത്ത ഒരു വ്യക്തിയും ബിസിനസ്സിലേക്ക് ഇറങ്ങണ്ട എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. കാരണം ഒരു റൂട്ട് ക്ലിയർ എന്ന് പറയുന്നത് അവന് കൃത്യനിഷ്ഠത, അവനെ കാലത്ത് മുതൽ അവൻ രാത്രി ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ ബിസിനസ്സിൽ വിജയിച്ചിരിക്കും. മറിച്ച് ഇന്ന് ചെയ്ത കാര്യമല്ല അവൻ നാളെ ചെയ്യുന്നത്. ഇന്ന് അവൻ ബിസിനസ്സിലേക്ക് എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠയോടുകൂടെ ചെയ്ത് നാളെ വേറെ എന്തെങ്കിലും വല്ല പ്രോഗ്രാമുകളോ അല്ലാച്ചെങ്കിൽ വല്ല എൻ്റർടൈൻമെൻറ്റുകളോ അല്ലാച്ചെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോകും. നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കി, ഏത് വിജയിച്ചിട്ടുള്ള ബിസിനസ്സിൻ്റെ ആളുകളെ കുറിച്ച് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിൻ്റെ മെയിൻ കാര്യം കൃത്യമായിട്ടുള്ള ഒരു ജീവിത ശൈലി അവൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവും. അതാണ് അവൻ്റെ വലിയൊരു അസറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ജീവിത ശൈലി, കൃത്യമായിട്ടുള്ള ഒരു ജീവിത ശൈലി ഇല്ലാത്ത ഒരു വ്യക്തി പോലും ബിസിനസ്സിലേക്ക് ഇറങ്ങണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള റിക്വസ്റ്റ്. ഇതെല്ലാം സ്വന്തമായിട്ടുള്ള ഓരോ അനുഭവത്തിൽ കൂടെയും മറ്റുള്ള ആളുകളുടെ അനുഭവത്തിൽ കൂടെയും പറയുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ 2-3 കാര്യങ്ങൾ നമ്മൾ ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടതുണ്ട്.
നമ്മളുടെ ജീവിതശൈലി എന്ന് പറയുന്നത് നല്ല ജീവിതശൈലിയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ പൊട്ട ജീവിതശൈലിയല്ല. നല്ലതായിട്ടുള്ള ഒരു ക്രിയാത്മകമായിട്ട് നല്ല രീതിയിൽ അവൻ്റെ കാലത്ത് മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യനിഷ്ഠതയോടുകൂടെ ചെയ്യുന്ന ഒരാളാണെച്ചെങ്കിൽ തീർച്ചയായിട്ടായാലും അവൻ സ്ട്രഗിൾ ചെയ്ത് ബിസിനസ്സിൽ ആത്മാർത്ഥമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവന് വിജയം അവിടെ ഉറപ്പാണ്. അങ്ങനെ വിജയിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്, ഒരുപാട് ബിസിനസ് ചെയ്തിട്ടുള്ള ആളുകൾ. ഇതിനെല്ലാം നീന്തി കടന്ന് ഒരു പല ആൾക്കാരും പറയുന്ന കേട്ടില്ല, ഞാൻ 8 ബിസിനസ് തുടങ്ങി, 9 ബിസിനസ് തുടങ്ങി, 10 ബിസിനസ്. ഈ 10ാമത്തെ ബിസിനസ്സിലാണ് അവർ റൂട്ടിലേക്ക് എത്തണുള്ളൂ. അവിടെയാണ് പോയിന്റ്. 9 ബിസിനസ്സിലും അവൻ റൂട്ടിലേക്ക് എത്തിയിട്ടില്ല. 10ാമത്തെ ബിസിനസ്സിൽക്കാണ് അവൻ റൂട്ട് ക്ലിയർ ആയത്. അപ്പത്തിനും അവൻ്റെ വയസ്സ് ഏകദേശം എത്ര ആയിട്ടുണ്ടാവും? ഒരു 45-50 ആയിട്ടുണ്ടാവും. അവൻ 30ാമത്തെ വയസ്സിൽ തുടങ്ങിയിട്ടുണ്ടാവും ബിസിനസ്. അന്ന് അവൻ റൂട്ടിലേക്ക് വന്നിട്ടില്ല. റൂട്ടിലേക്ക് എത്തുമ്പോഴേക്കും അവൻ്റെ വയസ്സ് എത്രയായി? 45ആയി. പക്ഷേ ഇതൊന്നും ഒരാളും പറയില്ല. അവരുടെ ഏത് ബിസിനസ് ചരിത്രകാരന്മാരുടെയും ബിസിനസ് ചെയ്തിട്ടുള്ള ആളുകളെയും ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അവർ പറയും, ഞാൻ ഒരുപാട് ബിസിനസ്സുകൾ നടത്തി, അതിൽ നിന്നെല്ലാം ഒരുപാട് പരാജയം. ഈ പരാജയമെല്ലാം അവൻ്റെ വിജയത്തിൻ്റെ മുന്നോടിയാണ്. ഓരോ പരാജയത്തിലും അവൻ പഠിക്കുകയാണ് ചെയ്യുന്നത്. അവൻ ഒരു ബിസിനസ് പൊട്ടുമ്പോൾ അടുത്ത ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ആ പൊട്ടിയത് എന്താണ് കാരണം മനസ്സിലാക്കിയിട്ട് നെക്സ്റ്റ് ബിസിനസ്സിൽ അതിനെ മെയിൻ്റെനൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് പറയുന്നത്. നമ്മൾ പറയാറില്ലേ, പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണ് നമ്മളൊരു പഴമൊഴി പറയാറില്ലേ. അപ്പോൾ പരാജയത്തിൽ നിന്നും അവൻ്റെ ഫോൾട്ടുകൾ മനസ്സിലാക്കി എന്തെല്ലാം കുറവുകളാണോ ഉള്ളത് ആ കുറവുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ മുന്നേറുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്, ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ അഭിപ്രായം പറയും. നമ്മളെ സ്വന്തം അനുഭവത്തിൽ നിന്നും മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നുമാണ് കേട്ടോ ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. ബാക്കി നീ പറയാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞതിനനുസരിച്ച്. ഓക്കെ, എല്ലാവർക്കും നല്ല ഒരു ദിനം നേരുകയാണ്. നന്ദി, നമസ്കാരം.